ഇന്ന് ഞാനേ വാഴക്കൊപ്ര പൊട്ടിക്കാൻ പോവാട്ടോ. ഇന്ന് നമ്മൾ കറി വെക്കുന്നത് വാഴക്കൊപ്രയും പയറും. അപ്പം നമുക്ക് മുറിച്ചെടുക്കാൻ പോവാട്ടോ. എനിക്ക് എത്തുന്നില്ല, എന്നാലും ട്രൈ ചെയ്യട്. ക്യാമറ അടുത്തേക്ക് വരൂ. കിട്ടും കേട്ടോ. അയ്യോ, ഓക്കെ. അപ്പൊ ഇതിന്റെ ഉള്ളിലേ ഇത് നമുക്ക് പൊളിച്ചോളാട്ടോ. ആദ്യത്തെ പോളൊക്കെ എന്തോ പശൊക്കെ വരുന്നുണ്ട്. ഇതിന്റെ കാര്യണ്ടാവോ? ഇല്ലല്ലേ. അപ്പൊ ആദ്യത്തെ പോളൊക്കെ പൊളിച്ചോളാട്ടോ. വാഴക്കപ്രയുടെ പോളയൊക്കെ പൊളിച്ചു കളഞ്ഞപ്പോൾ എനിക്ക് ഇത് വളരെ കുറച്ചുള്ള പോലെ തോന്നി കേട്ടോ. അപ്പോൾ ഒരെണ്ണം കൂടിയും ഒടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തറവാട്ടിലേക്ക് പോവാണ്. നോക്കി വാട്ടെ. ചെറുതാകും. അപ്പോൾ ഒരെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരെണ്ണം കൂടിയും പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തറവാട്ടിലേക്ക് വന്നു. പക്ഷെ അത് ഭയങ്കര ചെറുതാട്ടോ. പിന്നെ എനിക്കത് എത്തൂല്ല, ഭയങ്കര ഉയരത്തിലാണത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഈ ഒരു സാഹസം നിർത്തി നമ്മൾ തിരിച്ചു പോവാണ്. ഞാനിങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ പൂവിൻ്റെ ഭംഗി ആസ്വദിച്ച് നിൽക്കുകയെന്നല്ല കേട്ടോ. അവിടെ മീൻകാരനുണ്ട്, അപ്പം മീൻ മേടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മൾ. അപ്പോൾ ഈ ബൊഗെയിൻവില്ല ഇവിടെ കാട് പിടിച്ചു കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് വെട്ടി ഒതുക്കി കൊടുക്കാൻ പോവാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ക്രിസ്മസ് ട്രീ ഉണ്ട് കേട്ടോ. ഇത് വെട്ടി ഒതുക്കാൻ പോവാണ്. എവിടെ നിന്നൊക്കെ വെട്ടി ഒതുക്കി. അപ്പോൾ മുകളിലേക്ക് നല്ലോണം ഉയരത്തിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ പൂക്കളുണ്ട്. അപ്പോൾ പൂക്കളില്ലാത്തൊരു കൊമ്പാണ് നമ്മൾ മുറിക്കുന്നത്. എൻ്റെ കണ്ണിലേക്ക് ആക്കരുത് കേട്ടോ. അയ്യോ, എൻ്റെ കണ്ണ്. മീൻകാരൻ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾ തിരിച്ചു വരുന്ന വരെ നമ്മൾ ബൊഗെയിൻവില്ല ഒന്ന് വെട്ടി ഒതുക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിറച്ച് മുള്ളുള്ള കാരണം ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഭയങ്കര കെയർഫുള്ളായിട്ടാണ് നമ്മളിത് ചെയ്തത്. എന്നാലും എനിക്കൊരു കുത്ത് കിട്ടി, അനീഷേട്ടനൊരു കുത്ത് കിട്ടി കേട്ടോ. ഭയങ്കര എന്താ പറയുക, നല്ല വേദനയായിരുന്നു ഇതിൻ്റെ മുള്ളുകൊണ്ട് കിട്ടിയിട്ടുള്ള കുത്തിന്. കാണിച്ചേ, ഏത് ഭൂമി ചേട്ടാ? ഇത് രണ്ടുവാ? എത്ര? ഈ കിളിമീനാ? കിളിമീൻ 100 പിള്ളേർക്ക് അരക്കിലോ 100? അങ്ങനെ വേണ്ട. കിളിമീൻ പഴയതല്ലോ. എത്ര? അരക്കിലോയാ? അരക്കിലോ 100 മേടിച്ചോ? അരക്കിലോ ഭൂമിയിലോട്ട് പിടിക്കട്ടെ. എന്തിനാ അഡ്ജസ്റ്റ് ചെയ്ത് തരാം. വേണ്ട 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 മതി വറക്കാൻ. ഞാൻ പൈസ എടുത്തിട്ട് വരാം. പേഴ്സ് എടുത്തിട്ട് വരാം. അരക്കിലോ മതി? വേണ്ട വേണ്ട, പേഴ്സ് എടുത്തിട്ട് വരട്ടെ? അത് മതി 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 മതി. അങ്ങനെ നമ്മൾ മീനൊക്കെ മേടിച്ച് തിരിച്ചു വന്നു കേട്ടോ. ഇനിയാണ് നമ്മൾ വാഴക്കൊപ്ര കറി ഉണ്ടാക്കാൻ പോണത്. അപ്പം ഞാനത് നന്നായിട്ട് നുറുക്കിയെടുക്കുകയാണ് കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത വെള്ളത്തിലേക്കാണ് അരിഞ്ഞിടുന്നത്. അപ്പോൾ ഇതൊക്കെ നുറുക്കിയെടുത്തതിന് ശേഷം നമ്മൾ പയറൊന്ന് കഴുകി അടുപ്പത്തിടുകയാണ് കേട്ടോ. എനിക്ക് ഈ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. വാഴക്കൊപ്രയും പയറും ഇതുപോലുള്ള നാടൻ വിഭവങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത്തരം വിഭവങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. വെറുതെ ഒരു രസം. അങ്ങനെ നമ്മൾ കഴുകിയെടുത്ത വാഴക്കൊപ്ര ഒന്ന് അരിച്ച് എടുത്തിട്ട് വെള്ളം വാലാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്.
പിന്നെ നമ്മൾ കിളിമീനൊക്കെ വേഗം ഒന്ന് നുറുക്കിയെടുത്തു കേട്ടോ. അപ്പോൾ ഒരു 3-4 വിസിൽ വന്നതിന് ശേഷം ഞാൻ പയറൊന്ന് തുറന്ന് വിസിലൊക്കെ കളഞ്ഞ് തുറന്നിട്ട് ഈ ബാക്കി വന്നതല്ല നമ്മുടെ വാഴക്കൊപ്ര നുറുക്കി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. പിന്നെ നമ്മൾ സാധാരണ തൃശ്ശൂർക്കാരുടെ സ്റ്റൈലിൽ ഉള്ളിയും മുളകും മൂപ്പിച്ച് ഒന്ന് ചേർക്കുകയാണ് കേട്ടോ. കൂടെ ഒരു കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ കറി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ, സെറ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ വെള്ളം കുറച്ച് കൂടുതലായിട്ട് കണ്ടു. അപ്പം നമ്മൾ കുറച്ച് നാളികേരം കൂടി ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നല്ല അടിപൊളിയായിട്ട് ഒരു രാവിലത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് ഉള്ള ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കറിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വേഗം ഒന്ന് കുളിച്ച് പുറത്ത് പോവാണ്. അങ്ങനെ വലിയ സ്റ്റൈലിൽ വന്ന കേട്ടോ. ഞങ്ങൾ പിന്നെ റെയിൽവേ ക്രോസിങ്ങിൽ കുടുങ്ങി നിൽക്കുകയാണ്. ട്രെയിൻ പോണത് കാണിച്ചു തരാം കേട്ടോ. സുഹൃത്തുക്കളെ, ഞാൻ ഒരുങ്ങി കെട്ടി വന്നത് ഈ ഒരു നഴ്സറിയിലേക്കായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണെന്നറിയില്ല, ഈ നഴ്സറി ഇപ്പോൾ ഇവിടെ ക്ലോസ്ഡ് ആണ്, ലോക്കായിട്ടാണ് ഉള്ളത്. ഇത് പ്രവർത്തിക്കുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ ഉള്ളിലെ ചെടികളൊക്കെ ആകെ കരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ചെടി മേടിക്കാൻ വന്ന എൻ്റെ പ്ലാനൊക്കെ ആകെ തെറ്റിട്ടോ, പ്ലാനൊക്കെ ആകെ കൊളായി. ഇതാണ് നമ്മുടെ ലഞ്ച്. ഫിഷ് ഫ്രൈ ഉണ്ട്, ഫിഷ് കറി, പിന്നെ ഇത് രാവിലത്തെ കൊപ്രയും പയറും കൂട്ടാൻ കേട്ടോ. അങ്ങനെ വിശന്ന് കുടൽ കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ തിരിച്ചു വന്നത്. അപ്പോൾ നമ്മൾ വേഗം ലഞ്ച് കഴിക്കുകയാണ്. ഒരു സിമ്പിൾ ലഞ്ചാണ് കേട്ടോ, പക്ഷേ ഭയങ്കര പവർഫുള്ളാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തപ്പോഴേക്കും നല്ല ഇടിവെട്ടി മഴ പെയ്തു കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല മഴ പെയ്യാൻ കേട്ടോ. ഇതൊരു എന്താ പറയുക, നല്ല ഇടിവെട്ടിയിട്ടുള്ള സൗണ്ടൊക്കെ കേൾക്കാനുണ്ട്. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് നമ്മൾ മഴയുടെ വിശേഷങ്ങൾ കാണിച്ചു തരാവേ. ഇതാ കണ്ടോ, കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ കേരളത്തിലെ മഴ കാണുന്നത്. ഇതാ റോഡൊക്കെ ഇങ്ങനെ നനഞ്ഞു കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെതാ ഇലത്തുള്ളികളിൽ ജലഗണങ്ങൾ വീഴുന്നു. ഇതാ ഇവിടെയൊക്കെ വെള്ളമായിട്ടോ. മിക്കത്തൊക്കെ ആകെ ചെളി വെള്ളമൊക്കെ ആയിട്ടോ. ഇതാണ്ടോ, അങ്ങനെ നമ്മൾ നല്ല മഴയും ആസ്വദിച്ച് ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പം ഇതൊരു നല്ല അടിപൊളി വൈബുള്ളൊരു ഈവനിങ് ആയിരുന്നു. അപ്പം നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് കേട്ടോ ഇങ്ങനൊരു വേനൽ മഴ നമുക്ക് കിട്ടിയത്. അപ്പോൾ മോന് വെള്ളം കണ്ടപ്പോൾ അവന് പേപ്പർ ബോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാട്ടർ എന്നും പറഞ്ഞിട്ട് ഓടിപ്പോയിട്ട് പേപ്പർ എടുത്ത് കൊണ്ടിട്ട് അവൻ പേപ്പർ ബോട്ട് ഉണ്ടാക്കുക കേട്ടോ. ഞങ്ങൾ വിചാരിച്ചു എന്തിനാ ഇവനിങ്ങനെ അലർന്നേന്ന് കേട്ടോ. അപ്പോൾ വെള്ളത്തിൽ വഞ്ചി ഉണ്ടാക്കി കളിക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.